കേരളത്തിലെ സംബന്ധിച്ച് പറഞ്ഞാൽ കേരളത്തിൽ എൽഡർ പോപ്പുലേഷൻ്റെ പെർസെൻറ്റേജ് മറ്റ് സ്റ്റേറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹയസ്റ്റ് ആണ്. അത് ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കുന്നു. സോ ഇപ്പോൾ നമ്മൾ നാഷണൽ ലെവലിലും കേരള കോൺടെക്സ്റ്റിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് സിൽവർ എക്കോണമി. അതിൽ കേരളത്തിൻ്റെ പ്രാധാന്യം എത്രമാത്രമുണ്ട് നാഷണൽ ആവറേജുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ, അതിനെപ്പറ്റി ഒന്ന് വിശദമായിട്ട് സംസാരിക്കും. കേരളത്തിലെ സംബന്ധിച്ച് പറഞ്ഞാൽ കേരളത്തിൽ എൽഡർ പോപ്പുലേഷൻ്റെ പെർസെൻറ്റേജ് മറ്റ് സ്റ്റേറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹയസ്റ്റ് ആണ്. അത് ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ 18.6% കേരള ആവറേജ് ഏജ്ഡ് സീനിയർ സിറ്റിസൻസ് ഉണ്ട്. അതിൽ ചില ജില്ലകളിൽ ഇപ്പോൾ തന്നെ 25% ആയിട്ടുണ്ട്. ഓരോ വർഷവും അതിൻ്റെ പെർസെൻറ്റേജ് കൂടുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഏജ്ഡ് എൽഡർലി പോപ്പുലേഷൻ്റെ പെർസെൻറ്റേജ് കൂടുമ്പോൾ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളും അവരുടെ കൺസേൺസും അഡ്രസ്സ് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ കേരളത്തിൽ നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. അതിന് ചില ഇനിഷ്യേറ്റീവ്സ് ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. പക്ഷേ അത് കൂടാതെ നമ്മൾ മറ്റുള്ള സപ്പോർട്ട് സിസ്റ്റംസ് ഇവോൾവ് ചെയ്ത് വരേണ്ടതുകൊണ്ട് അതിനെ അഡ്രസ്സ് ചെയ്യുന്നതെല്ലാം കൂടിയാണ് നമ്മൾ സിൽവർ എക്കണോമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കേരള ആണ് ഈ ഓൾ ഇന്ത്യ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള ആക്ടിവിറ്റീസിൽ ലീഡിങ് റോൾ എടുക്കുന്ന ഒരു സ്റ്റേറ്റ് കേരളം ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി കമ്മിങ് ഡേയ്സിലും അതിൻ്റെ കോൺട്രിബ്യൂഷൻ കേരളത്തിൽ നിന്നുള്ളത് വളരെ കൂടുതലായിട്ട് വരുമെന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്.